തന്റെ സുഹൃത്തുക്കളായ ഡ്രൈവർമാരുടെ ആരോഗ്യ ബോധവൽക്കരണം ലക്ഷ്യമിട്ടാണ് ഡ്രൈവർ ജോയ് ടെമ്പോ സ്റ്റാൻഡിൽ യോഗാഭ്യാസം ഒരുക്കിയത്. ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ചൊരു ടൈം ടേബിൾ പ്രായോഗികമല്ലാത്തതിനാൽ എവിടെ ഓട്ടം പോയാലും പുലർച്ചെ 6 മണിയാകുമ്പോൾ വണ്ടി അല്പം ഒതുക്കി എവിടെയാണോ അവിടെ യോഗ ചെയ്യുന്നതാണ് ജോയിയുടെ ശൈലി. 30 വർഷമായി ഡ്രൈവർ ജോലി തുടങ്ങിയിട്ട്, യോഗ പതിവാക്കിയിട്ട് 15 വർഷം. ഡ്രൈവർമാരാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഓരോ രോഗങ്ങളായിട്ട് അവർക്ക് ഉണ്ടാകുന്നത്. അവർക്ക് വിശ്രമമില്ല. ആ വിശ്രമമില്ലാതെ അവർ അത് ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ അവർ യോഗയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ കുറേ അസുഖങ്ങളെല്ലാം കുറയുമെന്നുള്ള ധാരണയാണ് എൻ്റെ. എല്ലാ ദിവസവും യോഗ ചെയ്യുന്നതിനാലാകാം തനിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് ജോയ് പറയുന്നു. യോഗ ചെയ്താൽ അവരുടെ മരുന്നിന് കൊടുക്കുന്ന കാശ് നമ്മൾ യോഗയിൽ കൂടി മാറ്റിയെടുക്കുക, അത്ര സമയം. എന്തായാലും ടാക്സി സ്റ്റാൻഡിൽ ജോയ് യോഗ ചെയ്ത് തുടങ്ങിയതോടെ ചുറ്റും ആളുകൂടി. യോഗ പ്രചരിപ്പിക്കാൻ പൊതുസ്ഥലങ്ങളിലുള്ള ഇത്തരം യോഗാഭ്യാസമാണ് ഏറ്റവും നല്ലതെന്ന് ഇദ്ദേഹം പറയുന്നു. മൂക്കിൽ കൂടി ശ്വസിക്കുന്ന ഒരു സാധനമാണ് ഈ ഫിൽറ്റർ എന്ന് പറഞ്ഞ സാധനം. ഈ ഫിൽറ്റർ വണ്ടിയിലേക്ക് അതിൻ്റെ എയറിനെ നല്ല ശുദ്ധീകരിച്ചിട്ടാണ് എഞ്ചിനിലേക്ക് കാർബറേറ്ററിലേക്കും കൊടുക്കുന്നത്. പിന്നെ റേഡിയേറ്റർ എന്ന് പറയുന്നത് ഈ വെള്ളം റേഡിയേറ്ററിൽ ഒഴിച്ചു കൊടുത്താലാണ് എഞ്ചിനെ തണുപ്പിക്കാനുള്ള ഒരു സൗകര്യം. നമ്മൾ കുളിക്കുന്ന പോലെ നമ്മൾ തല കുളിച്ച് ഫ്രഷ് ആകുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി വണ്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണേ. അതിലേത് ഈ ക്ലോസറ്റിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് ഈ നമ്മൾ ലാസ്റ്റ് വരുന്ന ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് നമ്മൾ പുറന്തള്ളുന്ന, അതായത് ഇന്ധനം കത്തിച്ച് കളയുന്ന ഒരു സാധനമാണ് ഈ സൈലൻസർ. നേരത്തെ പപ്പാഞ്ഞിയുടെ വേഷത്തിലും കടൽ വെള്ളത്തിലുമൊക്കെ യോഗ ചെയ്ത് ജോയ് ശ്രദ്ധ നേടിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അദ്ദേഹം വ്യത്യസ്തനാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ പേര് ഇട്ടിരിക്കുന്നത് ലതാ മങ്കേഷ്കർ എന്നുകൂടിയാണെന്ന് ഇപ്പോൾ കണ്ടു. പ്രദീപ് ജോസഫ് നമ്മളോട് പറയുമ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ പാത അല്ലേ പിന്തുടരട്ടെ. മറ്റ് സഹപ്രവർത്തകരൊക്കെ പല വ്യത്യസ്ത കാര്യങ്ങളും ചെയ്യുന്ന ഒരാൾ കൂടിയാണല്ലേ. അന്താരാഷ്ട്ര യോഗാ ദിനമായ ഇന്ന് രാവിലെ പറവൂരിനടുത്ത് ചെറായിയിലെ ടാക്സി സ്റ്റാൻഡിലെത്തിയ ആളുകൾ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കണ്ടത്. ടാക്സി സ്റ്റാൻഡിലെ ഡ്രൈവറായ ജോയി അവിടെ യോഗ ചെയ്യുന്നു. യോഗാ ദിനത്തിൽ മറ്റുള്ളവർക്ക് ഒരു നല്ല സന്ദേശം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് താൻ അവിടെ വെച്ച് യോഗ ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ 30 വർഷമായി അദ്ദേഹം വാഹനം ഓടിക്കുന്നുണ്ട്. 15 വർഷമായി യോഗ ചെയ്തു തുടങ്ങിയിട്ട്. നമുക്കറിയാം, സാധാരണ ടാക്സി ഡ്രൈവർമാരെന്ന് പറയുമ്പോൾ അവരുടെ ജോലിക്ക് ഒരു സമയക്ലിപ്തതയൊന്നും ഉണ്ടാവാറില്ല. എപ്പോൾ ഓട്ടം ലഭിക്കുന്നുവോ അതനുസരിച്ച് പല സ്ഥലങ്ങളിലേക്ക് ഓട്ടം പോകുന്നു. ഈ ജോയിയെ സംബന്ധിച്ചിടത്തോളം എവിടേക്ക് ഓട്ടം പോയാലും രാവിലെ ഏതാണ്ട് ഒരു 6 മണി സമയത്ത് എവിടെ എത്തുന്നുവോ അവിടെ വണ്ടി നിർത്തിയിട്ട് സ്വൈര്യമായ ഒരു സ്ഥലത്ത് യോഗ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലി. പല ദിവസങ്ങളും രാവിലെ ഫോർട്ട് കൊച്ചി മേഖലയിലേക്കൊക്കെ ഓട്ടമൊക്കെ ഉണ്ടാകാറുള്ളതാണ്. ഇന്ന് രാവിലെ ഓട്ടം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് താൻ ജോലി ചെയ്യുന്ന ചെറായിലെ ടാക്സി സ്റ്റാൻഡ് തന്നെയാണ് യോഗ ചെയ്യാനുള്ള പ്രദേശമായി തിരഞ്ഞെടുത്തത്. എന്തായിരുന്നാലും ഇദ്ദേഹം ഇങ്ങനെ ഒരു ടാക്സി സ്റ്റാൻഡിൽ കിടന്ന് യോഗ ചെയ്യുന്നത് കണ്ട് ഒട്ടനവധി ആളുകൾ, ഡ്രൈവർമാർ ഉൾപ്പെടെ, മറ്റ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഒത്തുകൂടി. തികച്ചും സാധാരണക്കാരനായ താൻ ഇങ്ങനെ ഒരു പൊതുസ്ഥലത്ത് യോഗ ചെയ്യുമ്പോൾ മറ്റു കുറച്ചുപേരെയെങ്കിലും യോഗയിലേക്ക് ആകർഷിക്കാൻ അത് ഇടയാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായിരുന്നാലും കഴിഞ്ഞ 15 വർഷമായി യോഗയൊക്കെ ചെയ്യുന്നതുകൊണ്ടാവാം പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും അദ്ദേഹം പറയുന്നു. ശരി.